രണ്ട് സുപ്രധാന വാർത്തകൾ ഇന്ന് വന്നിരിക്കുന്നു. ഒന്ന്, പ്രിയങ്ക ഗാന്ധി അടുത്ത വയനാട് MP ആകാൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസിന്റെ ഈ ഷുവർ സീറ്റിൽ രാഹുൽ ഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധി രാജിവെക്കുന്ന ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് AICC അറിയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുന്നു, വയനാട് ഒഴിയുന്നു. രാഹുൽ ഒഴിയുന്ന ആ ഒഴിവിലേക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന തീരുമാനം. രണ്ട്, പരാജയം വിലയിരുത്താനുള്ള CPM-ന്റെ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് നിർണായകമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഒരു മാർഗരേഖ, തിരുത്തൽ മാർഗരേഖ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാളെ മുതൽ 3 ദിവസം സംസ്ഥാന സമിതി ചേരുകയാണ്. ഈ സമിതിയിൽ തിരുത്തലിനുള്ള മാർഗരേഖ വരും. ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും പരാജയ കാരണമായി എന്ന് CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവുകളിൽ വിമർശനമുയർന്നിരുന്നു. തുറന്ന മനസ്സോടെ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കണമെന്ന് ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പറഞ്ഞിരുന്നു. ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാകും ഈ മാർഗരേഖ എന്നുള്ളത് കൂടി നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ഈ രണ്ട് സുപ്രധാന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ന് ഉയർത്തുന്ന ചോദ്യങ്ങൾ CPM-നെ സംബന്ധിച്ചാണ്. തിരുത്തുമോ CPM? തിരിച്ചടി മറികടക്കാനുള്ള പദ്ധതി എന്താണ്? തിരുത്തൽ സർക്കാരിലും വരുമോ? ഭരണവിരുദ്ധ വികാരത്തിന് പരിഹാരം എന്താണ്? ഈ ചർച്ചയിൽ ഡോക്ടർ G. ഗോപകുമാർ, അദ്ദേഹം രാഷ്ട്രതന്ത്ര വിദഗ്ധനാണ്. ശ്രീ BN ഹസ്കർ, ഇടത് സഹയാത്രികൻ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ്. NM പിയേഴ്സൺ, ഇടതുപക്ഷ നിരീക്ഷകൻ എന്നിവർ. രണ്ട് സംഭവ വികാസങ്ങൾ. ഒന്ന്, CPM എങ്ങനെ തിരുത്തുമെന്നുള്ളത്. രണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെ ബൂസ്റ്റ് ആവും എന്നുള്ളത്. ഈ രണ്ട് വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു ഇന്ന് സൂപ്പർ പ്രൈം ടൈമിൽ. ആദ്യം ഡോക്ടർ G. ഗോപകുമാർ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെ റീപ്ലേസ് ചെയ്യുന്നു എന്ന വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്. രണ്ട് തരത്തിൽ പ്രസക്തമാണ്. ഒന്ന്, അമേഠി, റായ്ബറേലി ഒക്കെ പോലെ വയനാട് ഗാന്ധി കുടുംബത്തിന്റെ ഒരു ഫാമിലി സീറ്റായി മാറുന്നു എന്നുള്ളത് ഒന്നാമത്തേത്. രണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്ററി ഡെബ്യൂ നടക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ നമ്മൾ ഇന്റർവ്യൂകളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടില്ല. ഒരു പാർലമെന്ററി പെർഫോമൻസിന് അവസരം കിട്ടുകയാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമി എന്നൊക്കെ ഒരു സമയത്ത് വാഴ്ത്തപ്പെട്ടെങ്കിലും 2 സ്റ്റെപ്പ് പിന്നിലേക്ക് പോവുകയായിരുന്നു പ്രിയങ്ക. ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് ലോക്സഭയിൽ ഉണ്ടാവുന്നത് ഏത് തരത്തിലായിരിക്കും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക? താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം വയനാട് കോൺഗ്രസിൻ്റെ സുരക്ഷമായ മണ്ഡലമാണ്. അതിനൊക്കെ പുറമെ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധിക്കും തീർച്ചയായിട്ടും അവിടെ വലിയ പിന്തുണ നേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ സമീപകാലത്ത് മാത്രമാണ് പ്രിയങ്ക രാഷ്ട്രീയത്തിൽ സജീവമായി രംഗത്ത് വന്നെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ട് മാധ്യമ ശ്രദ്ധ ആകർഷിച്ചു. മാത്രമല്ല, പ്രസംഗങ്ങളും പ്രചരണ രംഗത്തുമെല്ലാം വളരെ സജീവമായി നിന്നതുകൊണ്ടും പിന്നെ തീർച്ചയായിട്ടും ആൾക്കാർ ഇന്ദിരാഗാന്ധി ഓർക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഓർക്കുന്നു എന്ന് പറയുന്ന ഒരു ജനകീയ ഒരു സ്വഭാവമുണ്ടല്ലോ, ആ ജനകീയമായ അംഗീകാരമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും പ്രിയങ്കയ്ക്ക് കിട്ടും. ഇപ്പോൾ കേരളത്തിൽ വീണ്ടും നെഹ്റു കുടുംബത്തിൽ നിന്ന്, ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി പാർലമെൻറ്റ് അംഗമാകാനുള്ള എല്ലാ സാധ്യതയും തെളിയുകയാണ്. മാത്രമല്ല, അവർക്ക് രാഷ്ട്രീയത്തിൽ നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് തെളിയിച്ചു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി മാറി, വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തീർച്ചയായിട്ടും ലോക്സഭയിൽ നിന്ന്, വയനാട്ടിൽ നിന്ന് അടുത്ത ഒരു 3-4 മാസത്തിനകം തിരഞ്ഞെടുക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അത് കോൺഗ്രസിൻ്റെ സുരക്ഷമായ മണ്ഡലമാണ്. ലീഗിൻ്റെ വലിയ പിന്തുണ അവിടെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകത വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മുമ്പും ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു. അമേഠിയിൽ കഴിഞ്ഞ തവണ നിൽക്കാതെ ഇവിടെ പ്രിഫർ ചെയ്തു, ഇത്തവണ അങ്ങനെ പ്രിഫർ ചെയ്തു. പക്ഷേ അതേസമയം റായ്ബറേലിയിലേക്ക് പിന്നീട് ഇലക്ഷൻ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് 2 മണ്ഡലം കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും കഴിയില്ല, ആർക്കും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിഞ്ഞു. അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ ഒരു പ്രതിനിധിക്ക് കൊടുക്കുന്നതിന് പകരം നെഹ്റു കുടുംബത്തിലെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ഒരാൾക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ സാഹചര്യത്തിൽ വയനാടിനൊരു ദേശീയ ശ്രദ്ധ വരുന്നുണ്ട്. അത് നല്ലത് തന്നെ. പക്ഷേ തീർച്ചയായിട്ടും ആ മണ്ഡലം വേണ്ട രീതിയിൽ അതിനെ നഴ്സ് ചെയ്യുകയും വയനാടിന് വേണ്ട കാര്യങ്ങൾ നോക്കുകയും ചെയ്താൽ അത് ഏറ്റവും നന്നായിരിക്കും. കാരണം വയനാടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. പരിസ്ഥിതി പ്രശ്നം മുതൽ കർഷകരുടെ പ്രശ്നം മുതൽ ആദിവാസി. തീർച്ചയായും ധാരാളം വിഷയങ്ങളുള്ള മണ്ഡലമാണ്. അങ്ങയുടെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നു. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രിയങ്ക ഗാന്ധിയുടെ വരവ് പ്രതീക്ഷിതമാണോ? പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? ഇതിനെ രണ്ട് തലത്തിൽ നമുക്ക് വിലയിരുത്താം. ഒന്ന്, ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. രണ്ടാമത്തേത്,
പാർലമെൻറ്റിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വരുന്നതോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ ശബ്ദം കൂടുതൽ ബലവത്താകും എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. കേരളത്തെ സംബന്ധിച്ച് വയനാട്ടിൽ കോൺഗ്രസിൻ്റെ സുരക്ഷിത സീറ്റ് തന്നെയാണ്. ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ 5 വർഷമായി പ്രതിനിധാനം ചെയ്യുന്ന സീറ്റാണ്. ആ സീറ്റിലേക്ക് തന്നെ അതേ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നിരാശപ്പെടേണ്ടതില്ല. അവർ ഏതൊക്കെ സാഹചര്യത്തിലാണോ ശ്രീ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചത് അതേ സാഹചര്യം ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകാൻ അതിന് ഏറ്റവും യോഗ്യമായിട്ടുള്ളത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി സജീവമായി രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നേർനിരയിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുവാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് UP-യിലെ റിസൾട്ടാണ്. ആ UP-യിലെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്നും പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിനെ സംബന്ധിച്ച് UP-യിലുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഉൾപ്പെടെ, മാത്രമല്ല റായ്ബറേലിയിൽ ശ്രീ രാഹുൽ ഗാന്ധി വിജയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് ജയിച്ചതിനെ സംബന്ധിച്ച് അത് കാണിച്ചത് അനീതിയാണെന്നൊക്കെയുള്ള ആനി രാജ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന കൃത്യമായ മറുപടി കൂടിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ നാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വളരെ ചടുലമായ നീക്കത്തിലൂടെ എടുത്തിരിക്കുന്ന തീരുമാനം കോൺഗ്രസിനും കേരളത്തിലെ ജനങ്ങൾക്കും ദേശീയ തലത്തിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷ കക്ഷികൾക്കും മൊത്തത്തിൽ ഊർജ്ജം പകരുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. തീർച്ചയായും. അഡ്വക്കേറ്റ് BN ഹസ്കർ, താങ്കൾ ഈ വിഷയത്തിൽ സംസാരിക്കാനല്ല വന്നിട്ടുള്ളത് എങ്കിലും താങ്കൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാം. ഇതൊരു സർജിക്കൽ സ്ട്രൈക്കായി മാറുമോ? 2 തരത്തിൽ. ഒന്ന്, വയനാടിനെ ഗാന്ധി കുടുംബം കൈവിടുന്നു എന്ന ആവലാതികൾ അവസാനിക്കുന്നു. രണ്ടാമത്തേത്, പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും, ഇപ്പോൾ തന്നെ നമുക്കറിയാം ഊർജ്ജസ്വലമായ ഒരു പ്രതിപക്ഷമാണ്. 230-235 അംഗങ്ങളുള്ള ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ലോക്സഭയിലേക്ക് പ്രിയങ്ക ഗാന്ധി കൂടി വരുന്നതോടുകൂടി പ്രതിപക്ഷം വർദ്ധിത വീര്യം കൈവരിക്കുമോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഇന്ത്യൻ പാർലമെന്റിൽ ജനാധിപത്യത്തിൻ്റെ വസന്തം മുഴങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. സ്വാഭാവികമായും ശ്രീമതി പ്രിയങ്ക വദ്രയുടെ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ പാർലമെൻ്ററി പ്രവേശനം വളരെ കൃത്യമായി ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾ എപ്പോഴും എല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ കോൺഗ്രസ്സുകാരും ഗാന്ധി കുടുംബം എന്ന് വിളിക്കുമ്പോൾ പ്രിയങ്ക ഒരു തരത്തിലും ഗാന്ധി കുടുംബത്തിൻ്റെ മകളായി കാണരുത്, മറിച്ച് റോബർട്ട് വദ്രയുടെ ഭാര്യ കൂടിയാണ് എന്നുള്ള സങ്കല്പത്തിൽ കൂടി തന്നെ അത് തിരിച്ചറിയപ്പെടുകയും വേണം. എന്നിരുന്നാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിശ്ചയമായും അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിനും കോൺഗ്രസിനും ഒരു മുതൽക്കൂട്ടാവണം എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നിരുന്നാലും ഈ ആധിപത്യ സ്വഭാവത്തോടുകൂടി, ഒരു കുടുംബാധിപത്യ സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം അത് അവസാനിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യം കൂടിയാണ്. പക്ഷെ മറിച്ച് അത് പറഞ്ഞു വന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വിമർശനത്തിന് ചില നിയന്ത്രണങ്ങൾ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതുകൊണ്ടും ശ്രീമതി പ്രിയങ്ക വദ്രയുടെ പാർലമെന്ററി പ്രവേശനത്തിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാനാണ് ഹസ്കർ, എനിക്ക് ഒരു ചോദ്യം താങ്കളോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ താങ്കളുടെ അഭിപ്രായം ചോദിക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷം അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതുണ്ട്. നോക്കൂ, ഇതൊരു ബൈ ഇലക്ഷൻ മാത്രമാണ്, ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എന്നിരിക്കെ, മറ്റ് ഒരു മണ്ഡലത്തിലും ഒരു പ്രസക്തിയും ഈ മത്സരം ചെലുത്തില്ല എന്നിരിക്കെ, കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി ജയിച്ചത് എന്നിരിക്കെ, ഇടതുമുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കുക എന്നുള്ളതല്ലേ നല്ലൊരു ഓപ്ഷൻ? അല്ല, ഇത് ഈ കേരളത്തിൻ്റെ സവിശേഷമായ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇടതു വലതു മുന്നണികൾ പരസ്പരം മത്സരിക്കുകയും ഇന്ന് BJP രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തമാകുന്ന ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വളരെ കൃത്യമായി ആലോചിച്ച് അവധാനതയോടുകൂടി വിലയിരുത്തി വേണം തീരുമാനമെടുക്കാൻ. പക്ഷേ എപ്പോഴും അതൊരു രാഷ്ട്രീയപരമായി നിലപാടുകളുടെ ഭാഗമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയുടെ പൊതു സ്ഥാനാർത്ഥിയായി ശ്രീമതി പ്രിയങ്ക വദ്രയെ നിർത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുക ഏറ്റവും വലിയ ഊർജ്ജം ലഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ കൂടി ഇടതുപക്ഷം ചിന്തിക്കണം, അത്തരത്തിൽ കൂടി ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കണം എന്നുകൂടിയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നിശ്ചയമായും ഒരുപക്ഷെ ഒരു പൊതു സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ശ്രീമതി പ്രിയങ്ക വദ്രയെ വയനാടിൽ മത്സരിപ്പിക്കുക എന്നുള്ളതായിരിക്കും മുതിർന്ന CPI നേതാവ് ശ്രീമതി ആനി രാജ. വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ്
മത്സരിക്കാൻ വരുന്നത്. അതുവഴി കൊടുക്കുന്ന സന്ദേശം വയനാടിനെ ഉപേക്ഷിച്ചിട്ടില്ല, വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സന്ദേശമായി മാറുമോ? ഹലോ, ശ്രീമതി ആനി രാജ, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറയൂ. അപ്പോ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറുമ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയാണ് മത്സരിക്കുന്നത്. അത് ഞാൻ വയനാട്ടിനെ ഉപേക്ഷിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുന്നില്ല എന്നൊരു സന്ദേശം ഗാന്ധി കുടുംബത്തിന് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നൽകാൻ പര്യാപ്തമാകുമോ എന്നാണ് ചോദ്യം. അല്ല, ഇതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒന്നിലധികം സീറ്റുകളിൽ ഒരാൾ മത്സരിച്ച് അതിലെല്ലാത്തിലും ജയിച്ചാലും ഈ ഇന്ത്യയിലെ നിയമപ്രകാരം ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ പ്രതിനിധിയാവാനേ സാധിക്കുള്ളൂ. അതിനനുസരിച്ച് രാജ്യത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ആ നിയമം പാലിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയും ശ്രീമാൻ രാഹുൽ ഗാന്ധിയും തീരുമാനമെടുത്തിരിക്കുന്നു. റായ്ബറേലിയിലെ പ്രാതിനിധ്യം നിലനിർത്തിക്കൊണ്ട് വയനാട്ടിൽ അല്ല എന്നുള്ള കാര്യം തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതിനെ ആ രീതിയിൽ കണ്ട ഒരു നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പാർട്ടി അത് അനൗൺസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാജ്യത്ത് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സമാരാധനായ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം, അതായത് റായ്ബറേലിയിൽ മണ്ഡലം നിലനിർത്തുന്നതിന്, അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് അവർ ആ പാർട്ടി അങ്ങനെ തീരുമാനിച്ച് അതിലെത്തിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ശ്രീമതി ആനി രാജ, CPIയുടെ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അങ്ങയോട് ഒരു വ്യക്തിപരമായ അഭിപ്രായം ചോദിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ ഇന്ത്യ മുന്നണിയുടെ പൊതു സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന അഭിപ്രായമുണ്ടോ? ഇപ്പോഴത്തെ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. പാർലമെന്റിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മത്സര രംഗത്തിൽ അതൊരു പൊതു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക മത്സരിച്ചാൽ നന്നാവില്ലേ? അല്ല, അതില് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഇടത് കേരളത്തിൽ നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും ചേർന്നുള്ള മീറ്റിംഗിൽ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യ മുന്നണി എന്ന നിലയിലായിരിക്കില്ല, മറിച്ച് UDF LDF എന്ന നിലയിലായിരിക്കും മത്സരം എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് അവിടെ ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിനെന്തെങ്കിലും മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ പാർട്ടികളും അതുപോലെ തന്നെ കേരളത്തിലെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥന ആ മുന്നണികളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് പറയുമ്പോഴും ഒരു കാര്യം ഞാൻ പറയുകയാണ്, അങ്ങനെ ഞാൻ കണ്ടില്ല കേട്ടോ, വാർത്ത കണ്ടില്ല. ഞാനിപ്പോ ഒരു UP ഒരു ഗ്രാമത്തിലാണുള്ളത്. അപ്പോൾ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ ഒരു വനിതയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ലോക്സഭയെ അപേക്ഷിച്ച് ഇത്തവണത്തെ ലോക്സഭയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 14-ന് 13 കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ത്രീകൾ വരണം. അത് നല്ല കാര്യം കോൺഗ്രസ് അത്തരത്തിൽ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ആരായാലും അങ്ങനെ ആ രീതിയിൽ ഇതിനെ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഒരു വനിത പോലും ഇല്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട് ലോക്സഭയിൽ. എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളത്, ശ്രീമതി ആനി രാജ, ഒരിക്കൽ കൂടി വയനാട്ടിൽ മത്സരിക്കാൻ താങ്കൾ ഒരുക്കമാണോ, സന്നദ്ധയാണോ? അതെന്റെ ഒരുക്കമില്ലായ്മ അല്ലല്ലോ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത്. എനിക്കൊരു പാർട്ടിയുണ്ട്, എനിക്ക് ആ പാർട്ടി അടങ്ങുന്ന ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിയുടെയും എന്റെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഒക്കെ തീരുമാനമല്ലേ, അല്ലാതെ എന്റെ വ്യക്തിപരമായ ഒരു വിഷയമല്ലല്ലോ അത്. വ്യക്തിപരമായി താല്പര്യമുണ്ടോ? ഇവിടെ എന്റെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് താല്പര്യക്കുറവുമല്ല. പാർട്ടി ആ വിഷയത്തിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അതൊന്നും ഇതുവരെയും ഇപ്പോഴല്ലേ ഈ തീരുമാനം വന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യും. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി ആനി രാജ സംസാരിച്ചത്. രാഹുലിനെതിരെ മത്സരിച്ച CPI സ്ഥാനാർത്ഥി ആനി രാജയാണ് നമ്മോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. ഇനി വീണ്ടും അവിടെ മത്സരിക്കുമോ എന്ന കാര്യം പാർട്ടിക്കും മുന്നണിക്കുമാണ് വിടുന്നത്. സാധാരണ നിലയിൽ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രീതി. ശ്രീ NM പിയേഴ്സൺ, എനിക്ക് ഈ കാര്യത്തിൽ ചോദിക്കാനുള്ളത് കേരളത്തിലെ ഇടത് മുന്നണി എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കേരളത്തിലെ ഇടത് മുന്നണിക്ക് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലേറ്റു. വയനാട്ടിൽ ഇടത് മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഒരു ബൈ ഇലക്ഷൻ വരികയാണ്. ആ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരിക്കുമോ കരണീയം?
അല്ല, അതാണ് നല്ല ആശയം. പക്ഷേ നമ്മുടെ പ്രായോഗിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതാണ് ആനി രാജ വ്യക്തമായിട്ട് പറയേണ്ട ഒരു കാര്യം. ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ ചേരിതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ BJP, കോൺഗ്രസ്, അതേപോലെ തന്നെ CPM എന്ന് പറയുന്ന 3 മുന്നണികളായി നിൽക്കുന്ന സമയത്ത് ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസും ഒരുമിച്ച് ചേർന്നാൽ പിന്നെ പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഭാഗത്തും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തും തെറ്റാണ് എന്ന അഭിപ്രായക്കാരൻ ഞാൻ. കാരണം നിങ്ങൾ BJPയെ പ്രതിപക്ഷത്ത് സ്ഥാപിക്കുക എന്ന് പറയുന്ന പ്രതിപക്ഷത്തിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്നത് BJP ആണ് എന്ന് സ്ഥാപിക്കുന്ന തീരുമാനമാണ്. അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ തീരുമാനം ഒരു കാരണവശാലും ശരിയല്ല. അത് പറയാനായിട്ടുള്ള വ്യക്തതയാണ് ഇടതുപക്ഷത്തിനും അതുപോലെ കോൺഗ്രസിനും ഉണ്ടാകേണ്ടത്. മറിച്ച് തീരുമാനമെടുക്കാൻ അവർക്ക് സാധ്യമല്ല. അത് രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള പാർലമെൻ്ററി അവസ്ഥയിൽ അതല്ലാതെ മറ്റൊരു നിർവാഹമില്ല എന്നുള്ളതാണ്. അതവരുടെ ധർമ്മസങ്കടമാണ് ശരിക്കും. ഇന്ത്യ മുന്നണിയാണ് എങ്കിൽ പോലും അവർക്ക് പരസ്പരം മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ധർമ്മസങ്കടമാണ് ജനങ്ങളോട് തിരിച്ചു പറയേണ്ടത്. അത് പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ആ കാര്യത്തിൽ ഇപ്പോൾ മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുമോ നിർത്തില്ലയോ തുടങ്ങിയ ചർച്ചകളൊക്കെ ദേശീയ തലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ നിർത്താതെ തരമില്ല. കാരണം LDFും UDFും തമ്മിൽ മത്സരിക്കുമ്പോൾ 1 UDFും 2 LDFും എന്നുള്ളതാണ് വയനാട്ടിലെ ഇതുവരെയുള്ള നില. അപ്പോൾ രണ്ടുപേരും കൂടി ഒന്നിച്ചാൽ പ്രതിപക്ഷത്തെ BJP പ്രതിഷ്ഠിക്കേണ്ടി വരും. BJP വേഴ്സസ് ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ ഒരു മത്സരം വരും. അങ്ങനെ കേരളത്തിൽ പ്രതിപക്ഷത്ത് അല്ലെങ്കിൽ 2 പക്ഷമുള്ളപ്പോൾ അതിലെ ഒരു പക്ഷമായി BJPയെ പ്രതിഷ്ഠിക്കേണ്ടതില്ല, അതൊരു ബൈപോളാർ കോൺഗ്രസിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം പല ആളുകളും പറഞ്ഞും സൂചിപ്പിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു എതിരാളി ഇടതുപക്ഷത്തു നിന്ന് ഉണ്ടാവുന്നതാണോ ഉചിതം? കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തിലാണ്. സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിലെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ അത് നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇടതുപക്ഷം മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കൂ. ഇവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ 2019 2024 ഇടതുപക്ഷം മത്സരിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ CPM ഇന്ത്യ മുന്നണിയോടൊപ്പം ആയ ഈ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പിന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തോടൊപ്പമാണ് CPMൻ്റെ ദേശീയ നേതൃത്വം മത്സരിച്ചിട്ടുള്ളത്, ചേർന്ന് നിന്നിട്ടുള്ളത്. പക്ഷേ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവിടെ യഥാർത്ഥ മത്സരം നടക്കുന്നത് LDFും UDFും തമ്മിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആഗ്രഹം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഐകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടണം എന്നത് തന്നെയാണ്. പക്ഷേ BJP ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികൾ മത്സരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇടതുപക്ഷവും മത്സരിക്കാനാണ് സാധ്യത. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഇടതുപക്ഷമാണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലൊക്കെ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴും ഇടതുപക്ഷം മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. രാഹുൽ ഗാന്ധി 2 പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നും ജയിച്ചതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇവിടെ തെരഞ്ഞെടുപ്പ് ശക്തമായി നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്ന ആത്മാർത്ഥമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട് താനും. അപ്പോൾ ഞങ്ങൾ വയനാട്ടിലെ ജനങ്ങളെ വിശ്വസിക്കുന്നു. ബാക്കി അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കും. ശ്രീ രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്തപ്പോഴും അദ്ദേഹത്തിൻ്റെ 2ാം വീടാണ് വയനാട് എന്ന് അദ്ദേഹം പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള തീരുമാനമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം കൂടി നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി വയനാടിന് 2 MPമാരല്ല ഉണ്ടാകാൻ പോകുന്നത്, 1 MP അല്ല ഉണ്ടാകാൻ പോകുന്നത്, 2 MPമാരാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ ഞാനും ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ് എന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന ഉറപ്പുകൂടി ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. ഏതർത്ഥത്തിൽ ചിന്തിച്ചാലും ഇത് കോൺഗ്രസിനും ഈ ദേശീയ തലത്തിൽ മതേതര സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ആശാവഹമായ സന്തോഷം പകരുന്ന നിമിഷമാണ് ഇന്നത്തെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാനായിരുന്നെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പൊതു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാമായിരുന്ന സാഹചര്യമുണ്ട്. സീറ്റ് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോഴും അവർ തന്നെയാണ് മാറി നിന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ശ്രീ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് നൽകിയ ആ ഉറപ്പ് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാകാം ഇപ്പോൾ ഇത്തരത്തിൽ കൂടിയാലോചനകൾക്ക് ശേഷം ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. അത് വയനാട്ടിലെ ജനങ്ങൾ സർവാത്മന സ്വീകരിക്കും, സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഡോക്ടർ ജി ഗോപകുമാർ, പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് റായ്ബറേലിയിലും അമേഠിയിലുമായി രാഹുലും പ്രിയങ്കയും മത്സരിക്കണം എന്ന ഒരു ആലോചനയൊക്കെ നടന്നിരുന്നു. പ്രിയങ്ക ഗാന്ധി പക്ഷേ അന്ന് തയ്യാറായില്ല, പൊതു തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ തയ്യാറായില്ല. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഇതൊരു നിർണായക സംഭവ വികാസമാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധി പലപ്പോഴും സഹോദരന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ് തുടങ്ങിയ വർത്തമാനങ്ങളൊക്കെ രാഷ്ട്രീയ ഉപശാലകളിൽ കേട്ടിരുന്നു.
അവർക്ക് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാകാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രീയ ലോകത്ത് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തയായ വനിതാ നേതാവ് ഇന്ദിരാഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ തന്നെ ഇന്ദിരയുടെ ഫീച്ചേഴ്സ്, ഇന്ദിരയുടെ മുടി, ഇന്ദിരയുടെ സാരി, ഇങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെയുള്ള സമീകരണം നടന്നിരുന്നു. അതിനപ്പുറത്ത് രണ്ടാം ഇന്ദിര അല്ലെങ്കിൽ ഇന്ദിര 2.0 ആകാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ? രാഷ്ട്രീയത്തിൽ ഈ കരിഷ്മയ്ക്കൊരു പ്രത്യേക ഒരു സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്ക് പ്രിയങ്കയ്ക്ക് തീർച്ചയായിട്ടും ഒരു അനുകൂല സാഹചര്യം ജനങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവരുടെ പ്രവർത്തനം എങ്ങനെ വരുന്നു, പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് 3 പേർ സജീവകരമായ രാഷ്ട്രീയത്തിലുണ്ട്. ആ നിലയ്ക്ക് ഒരു കുടുംബത്തിലെ അമ്മയും മകനും മകളും അത് ഒരു കുടുംബത്തിൻ്റെ ഒരു ശാഖയായിട്ട് രാഷ്ട്രീയത്തിൽ മാറില്ലേ എന്നുള്ള ആക്ഷേപത്തിനൊക്കെ വഴിയുണ്ട്. മാത്രമല്ല റോബർട്ട് വദ്ര കുറച്ച് നാൾ മുമ്പ് അമേഠിയിൽ നിൽക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചു, അല്ലെങ്കിൽ റായ്ബറേലിയിൽ നിൽക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമ്മളൊരു കോഷ്യസായിട്ട് ഇതിനെ കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ കുടുംബത്തിനകത്തുള്ള രാഷ്ട്രീയം അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ തീർച്ചയായിട്ടും അവർക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ടെന്ന് ഞാൻ പറയും. കാരണം കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി നന്നായിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുള്ള തിരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വളരെ പെട്ടെന്ന് സാധാരണക്കാരെ ജനങ്ങളുമായി ഒരു കണക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അത് വളരെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഒരാവേശമുണ്ട്. പിന്നെ ജാഥകളിലും പ്രകടനങ്ങളിലുമെല്ലാം മുൻപന്തിയിൽ നിന്ന് കൈവീശുന്നതും ജനങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജസ്റ്റേഴ്സ് കാണിക്കുന്നതിലൊക്കെ ഒരു മിടുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവിൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത് കൂടി ഉണ്ട്, കരിഷ്മയും കൂടെ ഉള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വദ്രയും സോണിയാഗാന്ധിയും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ മുകൾ തട്ടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് കരിയറിൽ ഇനി എന്ത് ഉയർച്ചയാണ് വേണ്ടതെന്നുള്ളത് ഭാവിയിൽ നമുക്ക് വലിയൊരു വഴി സാധ്യതയാണ് കാണുന്നത്. വലിയ തടസ്സമൊന്നും കാണുന്നില്ല നിലയ്ക്ക്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക വദ്ര തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാവുന്ന, ആർക്കും പറയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ? വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ അല്ലാതെ വേറെ ഏതെങ്കിലും പ്രതിപക്ഷ ഉപനേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മറ്റേതെങ്കിലും സ്ഥാനത്തിലേക്ക് വല്ലതും കൊടുക്കും, അതൊക്കെ കാണേണ്ടതാണ്. പക്ഷെ എന്തായാലും അവർക്ക് രാഷ്ട്രീയത്തിലൊരു ഭാവിയുണ്ട്. അത് രാഷ്ട്രീയമാകുമ്പോൾ എതിർപ്പും ഉണ്ടാകുമല്ലോ. ആ നിലയ്ക്കുള്ള എതിർപ്പും മറുവശത്ത് വരാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് BJP വദ്രയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഭരണത്തിൽ വന്നില്ലെങ്കിൽ പോലും ബാക്കി പല രീതികളിൽ കൂടി തന്നെ ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാകും. എനിക്ക് തോന്നുന്നു അവർക്ക് അത് അതിജീവിക്കാനുള്ളൊരു ടെമ്പർമെൻ്റൊക്കെ ഉണ്ട്, അതിനുള്ളൊരു സാമർഥ്യമുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ വന്നതും. കുറച്ച് വൈകിയാണ് വന്നതെങ്കിലും ഇപ്പോൾ മുന്നിൽ കിടക്കുന്ന പാത വളരെ വ്യക്തമായി ഒരു വലിയൊരു സാധ്യതയുള്ള സാഹചര്യത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. അതിന് കേരളം അതിനൊരു വേദിയായി എന്നുള്ളതിൽ നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ട്. കാരണം ദേശീയതലത്തിൽ തന്നെ വലിയ നേതാവാകുമ്പോൾ വയനാടിൻ്റെ പ്രാമുഖ്യം, അതേസമയം വയനാടിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഈ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനുള്ള, അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി കാണിച്ചാൽ ഒരു MP എന്നുള്ള നിലയിൽ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും. തീർച്ചയായും. ഈ നമുക്കിനി CPM-ന്റെ കാര്യത്തിലേക്ക് കൂടി പോകണം. അതിനു മുമ്പ് ഒറ്റ ചോദ്യം കൂടി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സോണിയാഗാന്ധി രാജ്യസഭാ MP ആണ്, രാഹുൽ ഗാന്ധി ലോക്സഭാ MP ആണ്, റായ്ബറേലിൽ നിന്നുള്ള MP. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള ലോക്സഭാ MP ആകാൻ പോകുന്നു. കുടുംബത്തിൽ ഇനി റോബർട്ട് വദ്രയും കൊച്ചുപിള്ളേരും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പരിവാർവാദ്, ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന ആക്ഷേപം ഒരിക്കൽ കൂടി കോൺഗ്രസ് വളരെ ശക്തമായി കേൾക്കാൻ പോവുകയാണ്. അഭിലാഷ്, ഈ ക്യാബിനറ്റ് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അധികാരത്തിൽ വന്ന ക്യാബിനറ്റിൽ എത്ര കുടുംബക്കാരുണ്ട്, എത്ര MP-മാർ ഒരേ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, ചർച്ച ചെയ്യാം. ഇവിടെ നോക്കൂ, ഇവിടെ പ്രിയങ്ക ഗാന്ധി പിന്നെ ഇത്തരത്തിൽ ഒരു ജനാധിപത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോൾ, ജനാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അത് ഉണ്ടാകുന്നത് ഏത് കോണിൽ നിന്നാണെന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതുമില്ല. അവരെ സംബന്ധിച്ച് അവർ ശ്രീ ഗോപകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അവർ ഒരു നല്ല ലീഡറാണെന്നും അവർക്കൊരു നല്ല കരിഷ്മയുണ്ടെന്നും അവർക്ക് നേതൃപാഠവും ഉണ്ടെന്നും അവർ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അവർ AICCയുടെ ജനറൽ സെക്രട്ടറിയായി ഉത്തർപ്രദേശിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായി ഉത്തർപ്രദേശിൽ സംഘടനാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിൽ ഉൾപ്പെടെ അവർ നടത്തിയിട്ടുള്ള സേവനങ്ങൾ നമ്മൾ മറക്കാൻ പാടില്ല. വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ പോലും അവിടെ തെരഞ്ഞെടുപ്പ് മേഖലകളിൽ മാത്രമല്ല അവർ പങ്കെടുത്തുള്ള തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉണ്ടാകുന്ന ജനപങ്കാളിത്തം അത് അവർക്ക് നൽകുന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ ആ രീതിയിൽ
പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്ന് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷം അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരം പ്രചാരണങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല അങ്ങനെ പറയാൻ പോയാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ പിന്നെ കുടുംബവാഴ്ച എന്നുള്ള ഭാഗത്തിനൊന്നും നോക്കൂ, അവിടെ AICCയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത് ആ കുടുംബത്തിലുള്ള ആളല്ല, പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നതും അങ്ങനെയുള്ളവരല്ല. അപ്പോൾ അവിടെ ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി രാജ്യസഭ അംഗമാണ്, അവർ UPയുടെ ചെയർപേഴ്സൺ ആയിട്ടിരുന്നിട്ടുള്ള ആളാണ്. ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് AICC പ്രസിഡന്റ് ആകുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ? അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രയോ തവണ AICC പ്രസിഡന്റ് ആകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനായി നടക്കുകയും ഒരു MP ആയി മാത്രം അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്ത് നിൽക്കുകയും കോൺഗ്രസ് പാർട്ടിയെ ദേശീയ തലത്തിൽ അധികാരത്തിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത്രയേറെ പ്രയത്നിച്ച ഒരു മനുഷ്യൻ വേറെ ആരുണ്ട്? നമ്മുടെ തലമുറയിൽ ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്നുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇത്രയേറെ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുള്ള ഒരു പരിപാടി ഭാരത് ജോഡോ യാത്രയല്ലാതെ മറ്റേതാ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അപ്പോൾ അവരെല്ലാം ശ്രീ രാഹുൽ ഗാന്ധി ആയാലും അതുപോലെ തന്നെ ശ്രീമതി സോണിയാഗാന്ധിയെക്കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ, ശ്രീമതി സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വെച്ച് നീട്ടിയിട്ട് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വമാണെന്നുള്ള കാര്യം താങ്കൾ ഈ സന്ദർഭത്തിൽ മറന്നു പോകരുത്. അപ്പോൾ ആ രീതിയിൽ പദവികളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തന്നെ ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ദേശീയ തലത്തിൽ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ 3 പേരും നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെ നിങ്ങൾ ചെറുതായി കാണരുത്. ഇത്തരത്തിൽ കുടുംബവാഴ്ചയെക്കുറിച്ച് നിങ്ങൾ പരിഹസിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിലനിൽക്കില്ല എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ശ്രീമതി സോണിയാഗാന്ധിയുടെ സ്ഥാനത്യാഗം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്യാഗം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, ശ്രീമതി പ്രിയങ്ക ഗാന്ധി പോലും പലപ്പോഴും മത്സരിക്കും. 2019 അവർക്ക് മത്സരിക്കാമായിരുന്നു, 2024 അവർക്ക് മത്സരിക്കാമായിരുന്നു. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ പാർട്ടിയെയും ഈ മുന്നണിയെയും ദേശീയ തലത്തിൽ ശക്തരായി കൊണ്ടുവരികയും എന്നുള്ളതായിരുന്നു അവരുടെ 3 പേരുടെ ലക്ഷ്യം. അക്കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി, ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം, കപ്പിനും ചുണ്ടിനും ഇടയിൽ ഭരണം നഷ്ടപ്പെടുന്ന ഒരു പ്രതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും വയനാട്ടിൽ നിന്നും പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ ശ്രീമതി പ്രിയങ്ക ഗാന്ധി യോഗ്യയാണ്. അവരുടെ കുടുംബ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു കുറവായി കണക്കാക്കുന്ന രീതിയിലേക്ക് പോകുന്നത് താങ്കളെപ്പോലൊരു മാധ്യമപ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഇനിയെങ്കിലും ഉണ്ടാകരുത് എന്ന ഒരു സ്വാഭാവികമായിട്ടും താങ്കളുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആ ചോദ്യത്തിന് താങ്കളുടെ ഭാഗത്ത് നിന്ന് BJPക്ക് ചോദിക്കാം. താങ്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നതിന്റെ കാര്യകാരണങ്ങളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. വിമർശനങ്ങളൊക്കെ വരും, സ്വാഭാവികമാണ്, എല്ലാ ചോദ്യങ്ങളും വരുമല്ലോ. ഇനി ശ്രീ ഹസ്കർ, ഇവിടെ ഇനിയിപ്പോ നമ്മള് ഇടത് മുന്നണിയെ കുറിച്ച് തന്നെ സംസാരിക്കേണ്ടി വരും. നോക്കൂ, ഉപതെരഞ്ഞെടുപ്പുകൾ അത് ഒരുമിച്ചാവുമല്ലോ നടക്കുക. 6 മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നു. വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഒപ്പം പാലക്കാട് അതുപോലെ തന്നെ ചേലക്കര 2 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. CPM സംസ്ഥാന സമിതി നാളെ മുതൽ 3 ദിവസം ചേരുകയാണ്. നോക്കൂ, ഇവിടെ വയനാടിന്റെ കാര്യത്തിൽ റിസൾട്ടിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പാലക്കാട് കഴിഞ്ഞ തവണ ഇടതുമുന്നണി 3ാം സ്ഥാനത്ത് പോയ സീറ്റാണ്. ചേലക്കര സിറ്റിംഗ് സീറ്റാണ്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടണമെങ്കിൽ ഇപ്പോൾ ഒരുങ്ങുന്നത് മാതിരി അല്ലെങ്കിൽ ഈ നിലയിൽ റെക്ടിഫൈ ചെയ്ത് പോയാൽ മതിയോ CPM-ഉം LDF-ഉം? എന്ത് തോന്നുന്നു? അഭിലാഷ്, കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷം നേരിട്ട പ്രതിസന്ധികളുടെ ഏറ്റവും വലിയ മൂർത്തിഭാവത്തിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത്. ഇടതുപക്ഷം മികച്ച സ്ഥാനാർത്ഥികളെ, ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം കേരളത്തിലെ മത്സരിപ്പിച്ച CPM-ന്റെ സ്ഥാനാർത്ഥികളും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളായിരുന്നു. ഡോക്ടർ തോമസ് ഐസക്കിനെ പോലെ എണ്ണം പറഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ, ഡോക്ടർ വിജയരാഘവനെ പോലെ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, ശൈലജ ടീച്ചർ പോലെ കേരളത്തിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള നേതാവ്, ഇവരൊക്കെ മത്സരിച്ചിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പെ പരാജയപ്പെട്ടു. അതൊരു വസ്തുതയാണ്. ആ പരാജയത്തിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് CPM വസ്തുനിഷ്ഠ യാഥാർത്ഥ്യബോധത്തോടു കൂടി വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിന് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്നുള്ളതുമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഘടകങ്ങൾ. 2019 സമാനമായിട്ടുള്ള പരാജയത്തിനു ശേഷം നടത്തിയിട്ടുള്ള തിരുത്തലുകളാണ് 2021 നിയമസഭയിൽ തിരിച്ചുവരവിനുള്ള കളമൊരുക്കിയതെങ്കിൽ അതിനും അപ്പുറമുള്ള തിരുത്തലുകളാണ് ഇപ്രാവശ്യം ഇടതു ജനാധിപത്യ മുന്നണിയും CPM-ഉം പരിശോധിക്കുക, ആത്മപരിശോധന നടത്തുക. കൃത്യമായും ഭരണവിരുദ്ധ വികാരം കേരളത്തിലാകമാനം അലയടിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയായി നിലനിൽക്കുമ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതല്ല സാങ്കേതികമായി കണക്കുകൾ കൊണ്ട് ഇടതുപക്ഷത്തിന് പരാജയം ഉണ്ടായിട്ടില്ല എന്ന് വിലയിരുത്താൻ തയ്യാറായിരുന്നു എങ്കിൽ എന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അമ്പെ പിന്നിലായി പോകും എന്ന സാഹചര്യമാണ് ഉണ്ടാവുക.
ഒന്ന്, കേരളം നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം, അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുന്നു. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അതുവഴി ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നതിനും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? 64 ലക്ഷം പേർക്ക് ജനക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നിട്ടും മുൻകാല ഗവൺമെൻറ് നടത്തിയിട്ടുള്ള കുടിശ്ശിക പോലും കൊടുത്തു തീർത്ത് വീണ്ടും 3 മാസത്തെ കുടിശ്ശികയായപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ, എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് വളരെ ചുരുങ്ങിയ മാസത്തെ കുടിശ്ശിക മാത്രം നിൽക്കുമ്പോൾ അത് ജനങ്ങളെ എത്രത്തോളം വെറുപ്പിലേക്ക് നയിച്ചു. പൊതുവിതരണ സമ്പ്രദായം സപ്ലൈകോ അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ടെത്തി സാധനം വാങ്ങാൻ കഴിയാതെ വരുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിലൂടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു വൈകാരികമായ വെറുപ്പ് ഭരണകൂടത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അതിനൊക്കെ അപ്പുറം CPM നേതാക്കന്മാർക്കിടയിൽ, അതിങ്ങ് താഴെ തൊട്ട് മുതൽ മുകളിൽ വരെയുള്ള CPM നേതാക്കന്മാരിൽ മുമ്പ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉയർന്ന ചിന്തയും വിനയാന്വിതമായ ശിരസും എല്ലാവരെയും സഹായിക്കണമെന്ന മനസ്സും ലളിത ജീവിതവും നയിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പകരം ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും കൂടി എല്ലാ തരത്തിലുള്ള പുതിയ പ്രവണതകളെയും ആസ്വദിക്കുകയും ചെയ്യുന്ന നേതൃനിരയും ഒക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി ഇടതുപക്ഷം ചെയ്തുകൊണ്ടേയിരുന്നത് CPM-നുള്ളിൽ സംവാദത്തിൻ്റെ ഇടം കുറയുന്നു. ജനങ്ങളുമായി ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനുള്ള ക്ഷമ CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയി. ഇതൊരു വസ്തുതയാണ്. ആ വസ്തുതകൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ തിരുത്തുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ശ്രമം CPM-ന്റെ ഭാഗത്ത് തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമമാണ് തിരുത്തൽ സാധ്യമാവും എന്നുള്ളതാണ് മൗലികമായ ചോദ്യം. ശ്രീ NM പിയേഴ്സൺ, CPM-ന്റെ വോട്ട് കുറവ് 2021 അപേക്ഷിച്ച് നോക്കിയാൽ വളരെ വലുതാണ്. 28-30 ലക്ഷം വോട്ടിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 2 കൊല്ലം മുമ്പ് വോട്ട് ചെയ്ത ആളുകൾ ഇത്തവണ ചെയ്തിട്ടില്ല. ആ വോട്ട് കുറേയൊക്കെ, അതിലൊരു വലിയ ഷെയർ BJP-യിലേക്കും പോയി എന്ന അപായകരമായ സാഹചര്യം, അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടു നിൽക്കുന്ന CPM, ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുത്തലിന് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ തിരുത്തൽ എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തിരുത്തൽ വരേണ്ടത് ഭരണത്തിലാണ്. ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ്. ഇവിടെ സൂചിപ്പിച്ച 100,000 കാരണങ്ങൾ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പിന്നിലുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ്. ഇങ്ങനെ ഉള്ള 100,000 കാര്യങ്ങളുണ്ട് എന്നിരിക്കെ ഇനി 2 കൊല്ലത്തെ സമയം ബാക്കിയുണ്ട് താനും. തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ? ആ തിരുത്തലിന് ഭരണകൂടം, CPIM സംസ്ഥാന കമ്മിറ്റി തിരുത്തലിന് തീരുമാനിച്ചാലും ആ തിരുത്തലിന് വിധേയമായി പൂർണ്ണമായും ഭരണം തിരുത്തപ്പെടും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല അഭിലാഷ്, ഇതിൻ്റെ അകത്ത് ഏറ്റവും ഗൗരവമായ കാര്യം ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഒരു രാഷ്ട്രീയ പരാജയമായി കണക്കാക്കപ്പെടണം എന്നുള്ളതാണ്. രാഷ്ട്രീയ പരാജയമായിട്ട് ഇടതുപക്ഷത്തിന് എന്തുകൊണ്ട് ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ, ഈ ഭരണം നിലനിന്ന നാളുകളിലെല്ലാം തെറ്റായ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തിരുത്താൻ ഒരു പാർട്ടി എന്ന് പറയുന്ന സംവിധാനം എവിടെയായിരുന്നു? ഇനി തിരുത്തും എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? 40 വാഹനങ്ങളുടെ അകമ്പടിയോടുള്ള എഴുന്നള്ളത്ത് തെറ്റാണെന്ന് തോന്നാത്ത കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷക്കാരനുണ്ടോ? അങ്ങനെ തെറ്റാണെന്ന് തോന്നാത്തതായിട്ടുള്ള ഒറ്റയാളുമില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരാളേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. അപ്പോൾ പാർട്ടി ഇടപെടേണ്ടതായിട്ടുള്ള ഘട്ടങ്ങളിൽ തിരുത്താതിരിക്കുക. 1. 2, ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തുക എന്ന് പറയും. ഒരു തൊഴിലാളി വർഗ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ പാർട്ടിയുടെ മുഖ്യ അജണ്ട എന്താണ്? ആ രാജ്യത്തെ ഏറ്റവും ദരിദ്രരായിരിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് അന്നം കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള സഹായഹസ്തങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ്. അത് പാടെ തകർന്ന് തരിപ്പണമായപ്പോൾ പാർട്ടി എവിടെയായിരുന്നു? ഒരു മാസത്തെ പെൻഷനല്ല, 6 മാസത്തെ പെൻഷൻ സ്വാഭാവികമായിട്ടും നിഷേധിക്കപ്പെട്ടു. പാർട്ടിക്ക് മുഖമുണ്ടായിരുന്നില്ലേ? പാർട്ടിക്ക് കഴിവുണ്ടായിരുന്നില്ലേ? നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തോടൊപ്പം തന്നെ ഓരോ മേഖലയിലും ഈ സർക്കാർ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ പാർട്ടി എവിടെയായിരുന്നു? നികുതി നിരന്തരമായിട്ട് എല്ലാ മേഖലയിലും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് തിരുത്താൻ എന്താണ് പാർട്ടിക്ക് കഴിയാതിരുന്നത്? ആ പാർട്ടി എങ്ങനെയാണ് ഇനി അത് തിരുത്തുക? അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കേട്ട ഏറ്റവും അശ്ലീലകരമായിട്ടുള്ള ഒരു വാക്ക് എന്ന് പറയുന്നത് കരീമിക്ക എന്ന് പറയുന്ന വാക്ക്. കരീമിക്ക. ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് അങ്ങനെ ഒരു ഫ്ലെക്സ് വെക്കാനായിട്ട് തോന്നുക? ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെയായിരുന്നു?
അവിടെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, സഹാക്കൾ. അവർക്കറിയാം ഇവൻ്റെ പെടലിക്ക് അടിക്കേണ്ടതാണെന്ന്. അവരടിച്ചു, അത്രയേ ഉള്ളൂ. അതുതന്നെയാണ് എല്ലാ മേഖലകളിലും നടന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർഗീയത വിറ്റഴിക്കുന്ന ഏറ്റവും വലിയ മാർക്കറ്റിംഗ് സൊസൈറ്റിയായിട്ട് ഈ പാർട്ടി അവർ മാറ്റിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മേഖലകളിലും ഇടതുപക്ഷ ആശയത്തെ കൈമോശം വരുത്തുക, എല്ലാ മേഖലയിലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിഷേധിക്കുക, അത് നിരന്തരമായി തുടർന്നു പോരുമ്പോൾ ആളുകളതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെ അവരുടെ ജാതി നോക്കി ഹിന്ദുവാണ് എങ്കിൽ അവനെ സംഘി എന്ന് വിളിക്കും, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവനെ മുസംഗി എന്ന് വിളിക്കും, ക്രിസ്ത്യാനിയാണ് അവനെ ക്രിസംഗി എന്ന് വിളിക്കും. എന്ത് തോന്നിയാസമാണ് ഈ പാർട്ടിക്കാർ ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ഈ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്? നേരത്തെ ആനി രാജ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു പാർട്ടിയാണ് ഈ സംവിധാനങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ശരിയാണ്. അങ്ങനെ ഒരു പാർട്ടി ഇവിടെയുണ്ടോ? അങ്ങനെ ഒരു മുന്നണി ഇവിടെയുണ്ടോ? ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല, കാരണം അതൊക്കെ എത്രയോ വട്ടം ഈ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള അശ്ലീലം നിറഞ്ഞായിട്ടുള്ള സമീപനങ്ങൾ എടുത്തിട്ട് തിരുത്തും എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഈ പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർക്സിസത്തിൽ വിശ്വസിക്കുകയും മാർക്സിസത്തെ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിനനുസരിച്ച് പരുവപ്പെടുത്തി ആ സമൂഹത്തിൻ്റെ ജീവിത ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ്. ഒരു സമൂഹത്തെ സമത്വപൂർണ്ണമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ട പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ബൗദ്ധികമായിട്ടുള്ള ഒരു തലം ആവശ്യമാണ്. എന്താണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന പാർട്ടിയുടെ സെക്രട്ടറി ഈ കാലങ്ങളിൽ മുഴുവൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വർത്തമാനങ്ങൾ എല്ലാം അബദ്ധജടിലമാണ്. ഒരു കാരണവശാലും മാർക്സിസം പോലെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ മുൻനിര നായകനായി നിൽക്കാനായിട്ടുള്ള ഒരു യോഗ്യതയും തനിക്കില്ല എന്ന് നിരന്തരമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയല്ല എന്ന് മനസ്സിലാക്കേണ്ട, കായിക അഭ്യാസ പ്രകടനമല്ല ഇതിന് ബൗദ്ധികമായിട്ടുള്ള ഒരുപാട് നീക്കുപോക്കുകളുണ്ട്, ഒരുപാട് അന്വേഷണങ്ങൾ ആവശ്യമാണ്. അതിനനുസരിച്ച് സ്വയം മാറുകയും തൻ്റെ പാർട്ടിയെ മാറ്റുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി, ഈ ഉത്തരവാദിത്വങ്ങളൊന്നും തന്നെ കാണാതിരിക്കുന്നതായിട്ടുള്ള പാർട്ടി സെക്രട്ടറി, ആ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്തതായ ചായ കുടിക്കാൻ മാത്രം കൂടുന്നതായിട്ടുള്ള CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രാജ്യത്ത് നിർജീവമാക്കി ജീർണിപ്പിച്ച് നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അവരെങ്ങനെയാണ് തിരുത്തുക എന്നാണ് ചോദിക്കുന്നത്. എത്രയോ വട്ടമുണ്ടായിരുന്നു തിരുത്താനായിട്ട്, അല്ലേ? ഭരണത്തിൻ്റെ മുഖ്യമന്ത്രി ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാനും തിരുത്താനായിട്ട് പാർട്ടിയുണ്ട്, പാർട്ടിയാണ് വേണ്ടത്, പാർട്ടിയാണ് തിരുത്തേണ്ടത്. ഇവരെന്തെങ്കിലും തിരുത്തിയോ? ഒരിക്കൽ പോലും ഇവർ തിരുത്തിയില്ലല്ലോ. എല്ലാവരും പിണറായി വിജയൻ്റെ ഏകാധിപത്യത്തിൻ്റെ ഫലമായിട്ടാണ് അതൊക്കെ നശിച്ചത് എന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ഇയാളെ ഏകാധിപത്യമാക്കി മാറ്റിയത്? ആരാണ് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി നിർമ്മിച്ചെടുത്തത്? അത് ഈ പാർട്ടിയാണ്. കുറ്റം ചെയ്തത് എന്നുള്ളതാണ് പിയേഴ്സന്റെ ടേക്ക്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതിന്റെ അടുത്ത റൗണ്ടിൽ വരാം. അതാണ് പാർട്ടിയാണ് അല്ലെങ്കിൽ പാർട്ടിയാണ് കുറ്റം ചെയ്തത് എന്നാണ് ഓക്കെ അങ്ങയുടെ പോയിന്റ്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല 5 കൊല്ലം മുമ്പ് 2019 ജൂൺ മാസത്തിലും ഇതുപോലെ CPM-ന്റെ നേതൃയോഗങ്ങൾ ചേർന്നിരുന്നു. അതേസമയത്ത് ഇതുപോലെ ടെലിവിഷൻ ചർച്ചകൾ ഉണ്ടായിരുന്നു. CPM-നെ തിരുത്താൻ പറ്റുമോ, ഇടതു മുന്നണിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചർച്ചാ വിഷയം. നോക്കൂ, ആ യോഗങ്ങൾക്ക് ശേഷം അവർ തിരുത്താൻ തീരുമാനിച്ചു. ഗൃഹസമ്പർക്ക പരിപാടികൾ തീരുമാനിക്കപ്പെട്ടു. അതിനുശേഷം ആ അടുത്ത മാസങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടികൾ നടന്നു. ഇപ്പോൾ കോവിഡും മറ്റു കാര്യങ്ങളും കിറ്റും ഒക്കെ പിന്നെയല്ലേ. അതിനു മുൻപ് നോക്കൂ, UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 120-ലധികം സീറ്റുകൾ ജയിച്ചു നിന്നിരുന്ന അന്തരീക്ഷത്തിൽ നിന്ന് UDF-ന്റെ സിറ്റിംഗ് സീറ്റുകളായ പാല, വട്ടിയൂർക്കാവ്, കോന്നി ഒക്കെ തിരിച്ചു പിടിച്ചുകൊണ്ട് അതേ വർഷം തന്നെ ഇടതുമുന്നണി തിരികെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ജയം കൊണ്ട് ഇല്ല ഇവർ കഴിഞ്ഞു എന്നുള്ള നിലയിൽ UDF ഒരു വിശകലനം നടത്തിയത് അബദ്ധമായി പോവില്ലേ? അഭിലാഷേ, താങ്കൾ പറഞ്ഞ പോയിന്റിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കാം. താങ്കൾ പറഞ്ഞത് ശരിയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ അവർ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിച്ചത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ 1 ശബരിമല വിഷയവും 2 ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായിരുന്നു. ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട അടിയൊഴുക്കാണ് ആ വലിയ പരാജയത്തിന് കാരണമെന്ന് നമ്മൾ ഒട്ടുമിക്ക കക്ഷികളും ഒട്ടുമിക്ക മുന്നണികളും പൊതുവിൽ കേരളീയ രാഷ്ട്രീയ സമൂഹവും ഒക്കെ വിലയിരുത്തുകയുണ്ടായി. അതിനപ്പുറം ശ്രീ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
പക്ഷേ ഇപ്രാവശ്യം നോക്കൂ, അതിനുശേഷം അവർ നടത്തിയിട്ടുള്ളത് എന്താണ്? അവർ ആ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തിരിച്ചടിച്ചത് എന്നതിനെ സംബന്ധിച്ച് നോക്കൂ. അവിടെ രാഷ്ട്രീയമായി അത് മുതലെടുക്കാൻ ശ്രമിച്ചത് LDFും NDA മുന്നണി അഥവാ BJPയുമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി അന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായിട്ട് അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരത്ത് വഞ്ചൂരിലെ ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ഋഷിമംഗലം വാർഡിലൊക്കെ വീട് വീടാന്തരം കയറി ഇറങ്ങി മാപ്പ് പറയുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയ അവരുണ്ടായി എന്ന് പറയുന്നതിന് ഒരു പരിധിവരെ ശരിയാണെന്നേ. പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അതിൽ നിന്നും വ്യത്യസ്തമായി സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരമാണ്. അന്നത്തെ സർക്കാരിനെതിരായ വികാരം ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അന്നത്തെ അജണ്ടയും അന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചാരണ വിഷയങ്ങളും മറ്റൊന്നായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അഥവാ തോൽവിയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള വിലയിരുത്തലാണ് എന്ന് ഞാനും അഭിലാഷുമല്ല പറയുന്നത്. ആ കക്ഷിയിലെ ഘടകകക്ഷികൾ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നു. CPMലെ പ്രമുഖരായ നേതാക്കന്മാർ ശ്രീ MV ഗോവിന്ദൻ ഉൾപ്പെടെ ഒരു പരിധിവരെയും ശ്രീ തോമസ് ഐസക്കിനെ പോലുള്ളവർ പരസ്യമായിട്ടും പറയുന്നു ശൈലി മാറണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ശ്രീ തോമസ് ഐസക് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്? തോമസ് ഐസക്കുമാർ കടന്നു വന്നേ മതിയാവൂ, ഒരു തിരുത്തലുണ്ടായേ മതിയാവൂ എന്നിരിക്കെ ഇതൊട്ടും മനസ്സിലാകാത്ത ഏകയാൾ കേരളത്തിലുള്ളത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചോ ഒരു വ്യക്തിയാണെങ്കിൽ ശരിയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് മാത്രം ഇരിക്കുന്ന ആളെങ്കിൽ ശരിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹമാണ്. പാർട്ടി അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിലാണ്, മുന്നണി അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിയിലാണ്. നേരത്തെയൊക്കെ നമുക്കറിയാം, നേരത്തെയൊക്കെ CPMലെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തിരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആംബിയർ ഉണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു, ആർജവമുണ്ടായിരുന്നു. പാർട്ടിക്ക് CPMന് അതിനുള്ള ആർജവമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെല്ലാം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ആ വ്യക്തി തന്നെ വേലി തന്നെ വിളവുന്നാലോ ആ വ്യക്തി തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന ജനങ്ങളുടെ വിധി, ആ വിധി അദ്ദേഹത്തിന് മാത്രം ബാധകമല്ല എന്ന് നോക്കൂ. പോളിറ്റ് ബ്യൂറോ പോലും പറഞ്ഞ ഡിസപ്പോയിൻറ്റിംഗ് എന്നാണ് ഈ ജഡ്ജ്മെൻറ്റ്, ഈ വിധിയെക്കുറിച്ച്. അതുപോലെ തന്നെ പാർട്ടിയുടെ CPIയുടെ ജില്ലാ കമ്മിറ്റികൾ മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ അതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായിട്ട്. പാർട്ടി നേതാക്കന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായിട്ടും പാർട്ടിയുടെ ഇപ്പം താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ ഇന്നുമായി കൂടുകയാണ്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ 3-4 പേർ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പോലും കൂടുന്നതിന് മുമ്പ് നിയമസഭയിൽ ഔദ്യോഗികമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, സംസ്ഥാന സർക്കാർ എല്ലാം ഭദ്രമാണ്. കോൺഗ്രസിന് കുറച്ച് വോട്ട് കൂടുതൽ കിട്ടിപ്പോയി എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയാണ് അദ്ദേഹം. 18 സീറ്റിലും ജയിച്ച കോൺഗ്രസിനോടും UDFിനോടും പറയുന്നത് നിങ്ങൾ കൂടുതൽ പഠിക്കണം, നിങ്ങൾ ജാഗരൂകരായിരിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വീഴ്ചയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലിനടിയിലെ മണ്ണ്, അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെടെ 2000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഞങ്ങൾക്ക് ധർമ്മടം പോലൊരു നിയോജകമണ്ഡലത്തിൽ. അപ്പോൾ അവിടെയൊക്കെ വീഴ്ച വന്നതിനെ സംബന്ധിച്ച് ആ വിഷയങ്ങളെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെയാണ് പറഞ്ഞത്, പാർട്ടി പഴയ പാർട്ടിയല്ല പുതിയ പാർട്ടി. പണ്ടൊക്കെ പാർട്ടിക്ക് ഇത് പഠിക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഏകാധിപതി പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നതാണ് അവസാന വാക്ക് എന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ കണക്കാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ഓരോരുത്തരും അഭിപ്രായം പറയാനെന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. അഭിപ്രായം പറയാനെന്ന് അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിലൂടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ സംസ്ഥാന സമിതിയിലേക്കും വരുന്നവരെ അദ്ദേഹം ഉത്ബോധനം ചെയ്യുകയാണ്. അദ്ദേഹം അവർക്ക് വാണിംഗ് നൽകുകയാണ്. സർക്കാരിന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, സർക്കാരിനെ വിമർശിക്കാൻ ഒരുത്തരും സംസ്ഥാന സമിതിയിലേക്ക് വരണ്ട, ഒരുത്തരും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരണ്ട, ഇതാണ് എൻ്റെ തീരുമാനം. എൻ്റെ തീരുമാനം പറയാൻ സൗകര്യമുള്ളവൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അതുപോലെ സംസ്ഥാന സമിതിയിലും വന്നാൽ മതി എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഈ സമിതികൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന കാര്യം താങ്കൾ മറക്കരുത്. അപ്പോൾ തിരുത്താൻ തയ്യാറല്ലാത്ത ഒരു മുന്നണിയുടെ നേതാവ്, ഞാൻ പറയുന്നു ഏകാധിപതി, ആ മുന്നണിയെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും പാർട്ടിയെ സംബന്ധിച്ചും ഒരു ഏകാധിപതിയായി ശ്രീ പിണറായി വിജയൻ നിൽക്കുമ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എന്ത് തിരുത്തൽ കൊണ്ട് അല്ലെങ്കിൽ എന്ത് തീരുമാനം കൊണ്ട് എന്ത് പ്രസക്തിയാണ് ഉണ്ടാകാൻ പോകുന്നത്? ഓക്കെ, ഡോക്ടർ ഗോപകുമാർ, 2019 പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി. അവർ 70 ലക്ഷത്തിൽ ചുവടെ വോട്ടിലേക്ക് വീണതാണ്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് 2021 90 ലക്ഷത്തിന് മുകളിലേക്ക് ആ വോട്ട് വർദ്ധിപ്പിക്കുന്നതും സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ഈ 2019 തോറ്റതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, തൊട്ടടുത്ത വർഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ കണ്ണൂർ ഒഴികെയുള്ള എല്ലാ കോർപ്പറേഷനുകളും ജയിക്കുന്നത് കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യസ്തമാണ്. ലോക്സഭാ ഇലക്ഷന്റെ പാറ്റേൺ അല്ല മറ്റൊരു ഇലക്ഷന് എന്നുള്ളത് കൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെനാരിയോ എപ്പോൾ വേണമെങ്കിലും മാറാം. ഫ്ലോട്ടിംഗ് ആണ് വോട്ടുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന പരാജയം CPMന് മറികടക്കാൻ പറ്റാത്തതാണ് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ? ഇല്ല, അങ്ങനെ പൂർണ്ണമായിട്ട് എഴുതി തള്ളേണ്ട കാര്യമില്ല. താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആൾക്കാരുടെ വോട്ടിംഗ് രീതി വളരെ വളരെ വ്യത്യാസപ്പെട്ടതാണ്. അതിന് യാതൊരു തർക്കവുമില്ല, അതിനോട് യോജിക്കുന്നുണ്ട്. UDFിൻ്റെ സംഘടനാ മികവിൻ്റെ ശക്തിയേക്കാൾ ഒരുപക്ഷെ
ഈ 18 സീറ്റ് കിട്ടിയതിൻ്റെ പിറകിൽ പ്രധാനമായും വന്നത് ഗവൺമെൻറ്റിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പെർഫോമൻസ് മോശമായതാണ്. ആ മോശമായതിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധം ജനങ്ങൾ കൊടുത്തു. ഇവിടെ ചൂണ്ടിക്കാണിച്ച പല കാര്യങ്ങളോടൊപ്പം അഴിമതിയുടെ കാര്യവും ക്യാമ്പസുകളിലുള്ള കെടുകാര്യസ്ഥതയും പോലീസ് ഭരണത്തിലുള്ള കുഴപ്പങ്ങളും സമാധാനം നഷ്ടപ്പെട്ട ഒരു അന്തരീക്ഷവും നിയമവാഴ്ചയുടെ പ്രശ്നങ്ങളും ഇവയെല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഇതിൽ പരം കൂടുതൽ വരേണ്ട കാര്യമില്ല. അപ്പോൾ ചുരുക്കത്തിലൊരു നെഗറ്റീവ് വോട്ട് വന്നു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഒന്ന്, തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അശ്ലീലം എന്നുള്ള പദം ഞാൻ പിയേഴ്സൺ പറയുന്നില്ല. വാസ്തവത്തിൽ വർഗീയ കാർഡ് തന്നെ കളിച്ചു. ആ വർഗീയ കാർഡ് കളിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇവിടെ കേരളത്തിൽ ആരെയും ബാധിക്കാത്ത CAA യെക്കുറിച്ച്, പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച്, യൂണിഫോം സിവിൽ കോഡിനെക്കുറിച്ച് കൂടുതൽ വാദിച്ചപ്പോൾ ഇല്ലെങ്കിൽ പറഞ്ഞപ്പോൾ അതൊരു പ്രത്യേക മതത്തെ താലോലിക്കുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റം പറയാൻ ഒക്കുമോ? അപ്പോൾ ആ തരത്തിലുള്ള രീതിയിലേക്ക് ഒരു വർഗീയ ചൊവ്വയിലുള്ള രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷം പോയതും ഒരു തിരിച്ചടിയായെന്ന് മാത്രമല്ല, അതിൻ്റെ മറുവശത്താണ് BJPയുടെ വളർച്ച കാണേണ്ടത്. 33 ലക്ഷം വോട്ട് BJPക്ക് കിട്ടിയത് അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ്. BJPയുടെ ഒരു സീറ്റ് ലോക്സഭയിൽ കിട്ടിയതും കൂടി നമ്മൾ ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇതിനൊക്കെ പുറമെ കേരളത്തിൽ കേന്ദ്രത്തിലേക്കുള്ളൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കേന്ദ്രത്തിൽ മോദിയെ ചെറുക്കാൻ ഏറ്റവും ശക്തം UDF ആണ്. അവിടെ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തിയില്ല എന്നുള്ള തിരിച്ചറിവും UDFന് ഗുണം ചെയ്തു എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം പാറ്റേൺസും ഇത്തരം ഘടകങ്ങളും ഒന്നും അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുപോലെ അങ്ങ് നെയ്റ്റായിട്ട് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് പറയുമ്പോഴും UDFന് അനുകൂല സാഹചര്യങ്ങളെ ഞാൻ നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത്, നിരാകരിച്ചുകൊണ്ടല്ല പറയുന്നത്. അസംബ്ലി തിരഞ്ഞെടുപ്പിലെ പാറ്റേൺസിൽ വലിയ വ്യത്യാസമുണ്ടാകും. അപ്പോഴും 10 കൊല്ലമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDFന് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, പഞ്ചായത്തിൽ പ്രത്യേകിച്ച് പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ കോൺഗ്രസും UDFും ജയിച്ചിട്ട് എത്ര കാലമായി. അവിടെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനുള്ളൊരു മെയ്വഴക്കം പ്രാദേശിക രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് പഴയകാലത്ത് ഈ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അവർക്ക് എത്ര ഗുണം ചെയ്തു എന്നുള്ളതും അവിടെ നല്ല രീതിയിൽ വിജയിക്കാൻ അവർക്ക് പലപ്പോഴും അപൂർവമായിട്ട് മാത്രമാണ് UDF ജയിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ്. അപ്പോൾ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണത്തെ വിലയിരുത്തും. 5 വർഷത്തെ അല്ല 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തും. അവസാനത്തെ 5 വർഷം പ്രത്യേകം വിലയിരുത്തും. അവിടെ UDFന് അനുകൂലമായ പല ഫാക്ടേഴ്സും വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് UDFന് ഒരു ഈസി വാക്ക് ഓവർ ആകുമെന്ന് വിശ്വസിക്കുന്നത് മൗഢ്യമാണ്. കാരണം കേരളം ഇന്ന് ബൈപോളാർ പൊളിറ്റിക്സിൽ നിന്ന് ഒരു മൾട്ടിപോളാർ പൊളിറ്റിക്സിലേക്കും വരുന്നു. ത്രികോണ മത്സരങ്ങളുള്ള മണ്ഡലങ്ങൾ, ശക്തമായ ത്രികോണ മത്സരങ്ങളുള്ള ഒത്തിരി മണ്ഡലങ്ങളുണ്ട്. 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJPക്ക് 1-ാം സ്ഥാനമുണ്ട്, 9 സ്ഥലങ്ങളിൽ 2-ാം സ്ഥാനമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ BJP വിചാരിച്ചാൽ ഒരു 10 സീറ്റ് ജയിച്ചു എന്നിരിക്കട്ടെ, ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു 10 അസംബ്ലി സീറ്റ് ജയിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ വരാമെങ്കിൽ ഒരു പക്ഷേ ഒരു ഹങ് അസംബ്ലി, ഒരു ത്രിശങ്കു സഭ വന്നുകൂടാതെ ഇല്ലേ? അപ്പോൾ ചുരുക്കത്തിൽ മുമ്പ് ബൈപോളാർ ആയിരുന്നപ്പോൾ വളരെ വ്യക്തമായി ജയിക്കുന്ന പാർട്ടിക്ക് 90-ഉം 100-ഉം ഒക്കെ സീറ്റുകൾ കിട്ടാൻ പറ്റും. ഇപ്പോൾ ട്രൈപോളർ ആകുമ്പോൾ അങ്ങനെ വരില്ല എന്ന് മാത്രമല്ല, മത്സരം കടുത്തു വരുമ്പോൾ ഒരു പക്ഷേ 10 സീറ്റോ 12 സീറ്റോ എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? അവിടെ ഗോകുമാർ സാർ പറഞ്ഞതിന് എനിക്കൊരു വിരുദ്ധാഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നത് പാർലമെന്റിൽ UDFന് കിട്ടിയ അഡ്വാൻറ്റേജ് അസംബ്ലിയിൽ UDFന് കിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണക്കിൽ പാർലമെന്റിൽ BJPക്ക് കിട്ടിയ അഡ്വാൻറ്റേജ് ഒരുപക്ഷെ BJPക്ക് അസംബ്ലിയിൽ നിലനിർത്താൻ കഴിയുമെന്ന അദ്ദേഹത്തിൻ്റെ വാദഗതി അദ്ദേഹം ഒരു ബയാസ്ഡ് ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനമായിട്ട് എനിക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, ഇവിടെ സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ 111 സീറ്റിൽ കിട്ടിയിട്ടുണ്ട്, ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിലനിർത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് ഒരു പരിധിവരെ ശരിയാവാം. ഞങ്ങൾക്ക് അത്രയും നിലനിർത്താൻ കഴിയുന്നു വരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തെളിയിച്ചതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഈസി വാക്കർ ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ അധ്വാനിച്ചേ മതിയാവുന്ന കാര്യം തർക്കമില്ല. പക്ഷേ അത് വരുമ്പോൾ സാറിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന ആ ഒരു BJP ലൈൻ, അത് സാറിൻ്റെ മറ്റേ അഭിപ്രായത്തിൽ നെളിച്ച് കാണുന്നുണ്ട്. അതായത് BJPക്ക് ഇവിടെ 11 സീറ്റിൽ ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടി, 8 സീറ്റിൽ 2-ാം സ്ഥാനത്തേക്ക് വന്നു, അതുകൂടി അവരൊരു 10 സീറ്റ് ജയിച്ചാലോ എന്ന് തോന്നുന്നതും ശരിയല്ലല്ലോ സാർ. കാരണം ദേശീയ തലത്തിൽ മോദി അധികാരത്തിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ BJPക്കും ഇത്രയും അഡ്വാൻറ്റേജ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് UDFനെ ബാധിക്കുമെങ്കിൽ അത് BJPയും ബാധിക്കും. ഗോപകുമാർ സാർ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, എന്നിട്ട് ഇടവേളയിലേക്ക് പോവാം. തീർച്ചയായിട്ടും എനിക്ക് പറയാമോ? പറയാം. എനിക്ക് പറയാമോ? പറയാം.
അതായത് ഈ 19% വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് പാർലമെൻറ്റിലെ ഫാക്ടേഴ്സിന് അനുകൂലമാണ് എന്നുള്ള ജ്യോതിയുടെ വാദത്തെ ഞാൻ നിരാകരിക്കുന്നില്ല. പക്ഷേ ബി ജെ പി 2% നിന്ന് അസംബ്ലിയിൽ 15% വരെ വന്ന സാഹചര്യം നിങ്ങൾ മറക്കരുത്. അസംബ്ലി തെരഞ്ഞെടുപ്പിലും അത്രത്തോളം വന്നു എന്നുള്ളത് മനസ്സിലാക്കണം. മാത്രമല്ല CSDS-ൻ്റെ സർവേകളിൽ കാണിക്കുന്നതനുസരിച്ച് OBC വോട്ടുകൾ ഗണ്യമായ രീതിയിൽ ഇടതുപക്ഷത്തിൽ നിന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് യോഗനാഥത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഞാനിവിടെ ഉദ്ധരിക്കുന്നത്. വാസ്തവത്തിൽ കാലങ്ങൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ വ്യത്യാസം രാഷ്ട്രീയത്തിൽ വരും. പുതിയ തലമുറ അവർക്ക് ബൈപോളർ പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ പെർഫോമൻസാണ് നോക്കുന്നത്. അങ്ങനെ പെർഫോമൻസ് നോക്കുമ്പോൾ നല്ല സ്ഥാനാർത്ഥികളെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം BJP-ക്ക് കിട്ടും. അത് കണ്ണടച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടമുണ്ടാകും. അത് സ്ഥിരമായി കാണുന്ന സ്ഥാനാർത്ഥികളെക്കാൾ പരമ്പരാഗതമായി നിൽക്കുന്ന ബൈപോളർ പൊളിറ്റിക്സിനേക്കാൾ കുറച്ച് വ്യത്യസ്തതയുള്ള രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയം 2026 അങ്ങനെയുള്ള പല ഘടകങ്ങൾ വരെ നമുക്കത് അപ്പോൾ ഡിബേറ്റ് ചെയ്യുകയും ചെയ്യാൻ. ഹസ്കർ, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച നിരവധിയായ കാര്യങ്ങൾക്കൊപ്പം ഇവിടെ ചർച്ചയിൽ ശ്രീ NM പിയേഴ്സണും അതുപോലെ തന്നെ ഡോക്ടർ ഗോപകുമാറും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ന്യൂനപക്ഷ വിഷയങ്ങളിൽ CPM എടുത്തിട്ടുള്ള പ്രത്യേക താല്പര്യം. ഇപ്പോൾ CAA അല്ലെങ്കിൽ പലസ്തീൻ അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ്, ഇതിലൊക്കെ CPM വേറൊരു നിലപാട് സ്വീകരിക്കണമായിരുന്നു എന്നല്ല. CPM-ന് ഈ നിലപാടേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ വോട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുകയും ന്യൂനപക്ഷ മത സമൂഹത്തെ ഒരു തരത്തിൽ ടെററൈസ് ചെയ്യുകയും ഇത് ഈ ഒരു സിംഗിൾ ഇഷ്യൂവിലേക്ക് നിങ്ങൾ ബാക്കിയൊന്നും ആലോചിക്കേണ്ട, ന്യൂനപക്ഷങ്ങൾ രണ്ടാം കിട പൗരന്മാരാകാതിരിക്കാൻ ഞങ്ങളെ ജയിപ്പിക്കൂ, ഇല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളാകെ അബദ്ധത്തിലാവും എന്നുള്ള മട്ടിൽ വല്ലാതെ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ഈ കാര്യങ്ങൾ ചെയ്തത് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിമർശനത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അഭിലാഷ്, ഇതിലൊരു വലിയ പ്രശ്നം CPM-ന്റെ എല്ലാ കാലത്തെ രാഷ്ട്രീയ നിലപാട് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നതിലും മുസ്ലിം പൗരോഹിത്യത്തിന് നേരെ വിമർശനം ഉന്നയിക്കുന്നതിലും വലിയ തോതിൽ കുറ്റകരമായ മൗനം ഇടതുപക്ഷം കാണിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെ തുടർന്നാണ് CAA-യും ഏക സിവിൽ കോഡ് തുടങ്ങിയിട്ടുള്ള ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരം നടത്തുന്നതിനു വേണ്ടി ഞങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ സംരക്ഷണം ധൃതി പിടിച്ചെടുത്തിട്ടുള്ള സമരമുറകൾ ഒരുപക്ഷെ തങ്ങളുടെ വോട്ട് ബാങ്കായിരുന്ന, കാലാകാലങ്ങളെ തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് വിശ്വസിച്ചിരുന്ന വോട്ട് ബാങ്കുകൾ കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ചതുപോലെ ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരു മുസ്ലിം പ്രീണന നയത്തിലേക്ക് പോയി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അതും പരിശോധിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. അത്തരത്തിൽ വന്നിട്ടുള്ള എന്നാൽ ആ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്തുകൊണ്ടോ CPM-നൊപ്പം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വന്നില്ല എന്നുള്ള വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായി ഇതിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. ആ അപകടത്തെ ഇപ്പോൾ CPM തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നൊരു ചൊല്ലുള്ളതുപോലെ അതൊക്കെ തിരുത്തുന്നതിനു വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള സമഗ്രമായിട്ടുള്ള തിരുത്തലുകളാണ് പാർട്ടിക്കുള്ളിൽ വരുന്നത്. പാർട്ടി അത് സമഗ്രമായി തിരുത്തുമ്പോൾ അത് ഗവൺമെൻറ്റിലടക്കം പ്രതിഫലിക്കും. ഗവൺമെൻറ്റിനെ തിരുത്തിയാലല്ലേ ജനങ്ങൾക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഗവൺമെൻറ്റാണ്. മാത്രമല്ല CPM-ന്റെ കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ സംഘടനാ സംവിധാനം ഒന്ന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ തിരിച്ചടികൾക്ക് മറികടക്കാനാവുന്ന സാഹചര്യം ഉണ്ടാവും. അത്തരത്തിലൊരു മാറ്റമാണ് കേരളീയ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത്. കാര്യം ഇടതുണ്ടെങ്കിലേ കേരളത്തിൻ്റെ നിലനിൽപ്പുള്ളൂ, കേരളത്തിൻ്റെ മതേതരത്തിൻ്റെ നിലനിൽപ്പുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രീണന നയങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ ഏറ്റവും വലിയ അപകടം പിടിച്ച ഒരു മേഖലയായി സാമൂഹ്യ മാധ്യമം. കാര്യം മുഖ്യധാരാ മാധ്യമങ്ങൾ വലതുപക്ഷ സ്വാധീനത്തിന് എപ്പോഴും ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെയും കടന്നാക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതിനെ ചെറുക്കുന്നത് എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുകയും ഇടതുപക്ഷ ഹാൻഡിലുകൾ എന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ച വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധമില്ലാത്ത വാർത്തകളെ അത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചത് വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ അപകടമായി. ഏറ്റവും വലിയ ഉദാഹരണം വടകരയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കേട്ടില്ല അഭിലാഷ്? കടന്നലുകളെ കൂട്ടിലടക്കേണ്ടി വരുമെന്നാണോ പറഞ്ഞു വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, നിശ്ചയമായി തിരുത്തേണ്ടത് തിരുത്തിയല്ലേ പറ്റൂ. അത്തരം കടന്നലുകളെ കൂട്ടിലടച്ചേ മതിയാകൂ. കാരണം അതല്ല ഇടതുപക്ഷ രാഷ്ട്രീയം. ഇടതുപക്ഷം തിരുത്തലൊരുങ്ങുമ്പോൾ എങ്ങനെയൊക്കെ ആ തിരുത്തലുകൾ എന്ന് ഒരുപക്ഷെ സംസ്ഥാന സമിതി കഴിയുമ്പോൾ നമുക്കും വ്യക്തമാകും. വളരെ നന്ദി. എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും സമയം അതിക്രമിച്ചു പോയി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.